നാലാം സ്ഥലത്ത് ഇവിടെ സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അരിമറ്റത്തിലച്ഛനാണ്. അച്ഛൻ നമ്മുടെ രൂപതയുടെ ഇവാഞ്ചലൈസേഷൻ ഡയറക്ടറാണ്. നമുക്ക് അച്ഛനെ സ്നേഹത്തോടെ ശ്രമിക്കാം. പ്രിയമുള്ളവരെ, മാനവകുലത്തെ വീണ്ടെടുക്കുവാൻ ദൈവം ചരിത്രത്തിൽ ആരംഭിച്ച സ്നേഹയാത്രയുടെ തുടക്ക സമയത്ത് നാം എത്തിയിരിക്കുകയാണ്. ഗത്സമനിയിൽ ഹൃദയഹാരിയായ പ്രാർത്ഥനയോടെ ഈശോ ആരംഭിച്ചു. ഒറ്റക്കൊടുക്കലും ഒറ്റപ്പെടലും കൂട്ടുകൂടി ഈശോയുടെ വേദനയുടെ ആഴം കൂട്ടി ഒന്നാം സ്ഥലവും രണ്ടാം സ്ഥലവും മൂന്നാം സ്ഥലവും പിന്നിട്ട് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് വളരെ ഹൃദയഹാരിയായ ഒരു സമയത്താണ്. തൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ സമീപത്ത് ഈശോ എത്തുമ്പോൾ സങ്കടകരമെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഈശോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ നിമിഷമാണ്. പരിശുദ്ധ അമ്മ ഇന്ന് ഈ കുരിശിന്റെ വഴിയെ നിൽക്കുമ്പോൾ ഈശോയുടെ മുഖത്തെ വേദനയും നൊമ്പരവും എല്ലാം അമ്മയുടെ ഹൃദയത്തിൽ അമ്മ സൂക്ഷിക്കുന്നുണ്ട്. ക്രൈസ്തവ ചരിത്രത്തിൽ തന്നെ രക്ഷാകര രഹസ്യങ്ങളെ ഏറെ ശ്രേഷ്ഠമായി ഒപ്പിയെടുത്ത ചിത്രകാരനാണ് ലിയനാർഡോ ഡാ വിഞ്ചി. അദ്ദേഹം മൈക്കലാഞ്ചലോ അദ്ദേഹം രൂപപ്പെടുത്തിയ പിയത്ത എന്ന ചിത്രം ലോക ചരിത്രത്തിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ മുഖഭാവത്തെ അതിന്റെ പൂർണ്ണതയിൽ രൂപപ്പെടുത്തിയെന്ന് ചരിത്രകാരന്മാരും ദൈവശാസ്ത്രജ്ഞരുമെല്ലാം ഒരുപോലെ പഠിപ്പിക്കുകയാണ്. ഈ പിയത്ത സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രതിഷ്ഠിക്കുമ്പോൾ ഈ ശില്പിയോട് അവിടെ നിന്നിരുന്ന ഒരു മനുഷ്യൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് മാതാവിന്റെ മുഖത്ത് ഇത്രയേറെ ശാന്തത? ഒരു മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വിലാപമോ സങ്കടമോ ഒന്നും പരിശുദ്ധ അമ്മയുടെ മുഖത്ത് കാണുന്നില്ലല്ലോ. പിയത്ത സൃഷ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എത്രമാത്രം അമ്മയുടെ മുഖത്തെ ശാന്തത നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മഹാനായ ശില്പി ഇദ്ദേഹത്തോട് പറഞ്ഞു, ദുഃഖത്തിന്റെ അങ്ങേ അറ്റത്ത് തീവ്രതയിൽ മനുഷ്യൻ കരയുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവൻ നിശബ്ദനായി പോകുന്നു. വീണ്ടും അദ്ദേഹം തുടരുകയാണ്, സ്വർഗം ഭൂമിക്ക് നൽകിയ വലിയൊരു സ്നേഹബലിയെ നോക്കി നിൽക്കുമ്പോൾ അവിടെ കണ്ണുനീരിനേക്കാൾ വലിയൊരു ഭാഷയുണ്ട്. അത് നിശബ്ദമായ സമർപ്പണത്തിന്റെ ഭാഷയാണ്. കണ്ണുനീരിനേക്കാൾ വലിയൊരു ഭാഷ അത് നിശബ്ദമായ സമർപ്പണത്തിന്റെ ഭാഷ. ഇന്ന് ഈ ദുഃഖവെള്ളി നാലാം സ്ഥലത്ത് നാം എത്തുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം ഈശോയ്ക്ക് നൽകുന്നത് പ്രത്യാശയാണ്. കാരണം ഗത്സമനിയിൽ ആരംഭിച്ച നിമിഷം മുതൽ ഈശോ അനുഭവിച്ചത് മുഴുവനും അവഗണനയുടെ നൊമ്പരത്തിന്റെ നിമിഷങ്ങളായി. ഒറ്റിക്കൊടുത്ത പ്രിയപ്പെട്ട ശിഷ്യനുണ്ട്, അതിനു മുമ്പ് തള്ളിപ്പറഞ്ഞവനുണ്ട്, പിന്നീട് പീലാത്തോസിന്റെ അരമനയിലും തുടർന്നു വരുന്ന വഴികളിലുമെല്ലാം കൂടെ നിൽക്കുമെന്ന് കരുതിയ ശിഷ്യന്മാരെല്ലാം ഓടി ഒളിച്ചു. യഥാർത്ഥത്തിൽ ഏകാന്തതയുടെ ഒരു സമയത്താണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈശോയ്ക്ക് വലിയൊരു ആശ്വാസം കൊടുക്കുന്നത്. മറ്റുള്ളവരെല്ലാം ഈ വഴിയിൽ ഈശോയെ ഒറ്റപ്പെടുത്തിയപ്പോൾ, ഈ സഹനത്തിന്റെ നൊമ്പരങ്ങളിൽ ഈശോ ഒറ്റപ്പെട്ടപ്പോൾ, ഈ യാത്ര ആരംഭിച്ചതിന്റെ ശേഷം ആദ്യമായിട്ട് ഈശോ ആശ്വാസം കണ്ടെത്തുന്നത് മറിയത്തിന്റെ സാന്നിധ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ മറിയം അവിടെ നിലകൊള്ളുന്നത് മാനുഷിക വികാരങ്ങളെയെല്ലാം അവരുടെ മുഖത്തു നിന്നും മായ്ച്ചു കളഞ്ഞ് ദൈവികമായ ഒരു ചൈതന്യത്തോടു കൂടിയാണ് ഒരു പുതിയ കൃപ കൊടുക്കാൻ. ശരിക്കും സകല പ്രത്യാശയും നഷ്ടപ്പെടുന്നവരുടെ ഇടയിൽ പ്രത്യാശയുള്ളവരുടെ ഒരു സാന്നിധ്യമാണ് പരിശുദ്ധ കന്യാമറിയം. കുരിശിന്റെ വഴിയിൽ ഇതുപോലെ പ്രത്യാശ കൊടുക്കാൻ പറ്റുന്ന സാന്നിധ്യങ്ങളായിട്ട് മാറാൻ
നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട്. ഈ കുരിശിന്റെ വഴിയിൽ നമുക്കും ഈ കുരിശിന്റെ വഴി ഒരു കരുത്താണ്. ഒരുപക്ഷെ നമ്മെ പരാജയപ്പെടുത്തിയവർ നമ്മുടെ ചുറ്റുമുണ്ടാവാം. നമ്മളെ ഒറ്റിക്കൊടുത്തവരും നമ്മളെ തള്ളിപ്പറഞ്ഞവരും നമുക്കെതിരെ അപവാദങ്ങൾ പരത്തിയവരും എൻ്റെ ചുറ്റും നിൽക്കുമ്പോൾ നിരാശപ്പെടാതെ ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് സൃഷ്ടിച്ചെടുക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് കൃപ നൽകുകയും, അവിടെ അമ്മ കരഞ്ഞില്ല, മാനുഷികമായ ഒരു വികാരവും അമ്മയെ കീഴ്പ്പെടുത്തിയില്ല. സാധാരണ അമ്മമാര് ചെയ്യുന്നത് പോലെ മകന്റെ സങ്കടത്തെ ഓർത്ത് കരഞ്ഞില്ല, അവന്റെ ഒറ്റപ്പെടലിനെ ഓർത്ത് ആരെയും കുറ്റപ്പെടുത്തിയില്ല, ആരോടും പരിഭവങ്ങളില്ലായിരുന്നു. പക്ഷേ വലിയ ദൃഢനിശ്ചയതയോടുകൂടി അമ്മ ഈ കുരിശിന്റെ വഴിയെ തുടരുകയാണ്. ഞാൻ കരുതുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് മറ്റുള്ളവരെ കരഞ്ഞു കാണിക്കുന്നതല്ല, മറ്റുള്ളവരുടെ അടുത്ത് ഇതുപോലെ സഹകരിച്ച് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ്. സഹനങ്ങളുടെ നടുവിൽ നമ്മുടെ നിശബ്ദമായ സാന്നിധ്യങ്ങൾക്ക് പോലും വലിയ കൃപയും ശക്തിയുമുണ്ട്. അത് ആന്തരികതയെ രൂപപ്പെടുത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒപ്പം നിൽക്കുക എന്നത് ഉപദേശങ്ങൾ നൽകുന്നതിനേക്കാൾ വലിയ ശുശ്രൂഷയാണ്. വേദനിക്കുന്നവരുടെ ഒപ്പം നിൽക്കാൻ ഈ കുരിശിന്റെ വഴി നമുക്ക് കാരണമായിട്ട് തീരട്ടെ. അത് ഈശോയ്ക്ക് കരുത്തായി മുൻപോട്ട് പോകുവാൻ സത്യം മനസ്സിലാക്കി. കാരണം പരിശുദ്ധ അമ്മ ഈശോയുടെ കൂടെ ജീവിച്ചവളാണ്, കുടുംബത്തിൽ ജീവിച്ചവളാണ്. അങ്ങനെ ഈശോയുടെ കൂടെ നടന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹൃദയത്തിൽ വലിയ ശ്രേഷ്ഠത സൂക്ഷിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം രക്ഷാകര രഹസ്യങ്ങളിൽ ദൈവപിതാവിന് ഏറ്റവും വലിയ തുണയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 4-ാം സ്ഥലം പരിശുദ്ധ അമ്മയ്ക്കായിട്ട് സഭ മാറ്റിവെക്കുകയും ആ മാറ്റിവയ്ക്കലിലൂടെ വലിയ കരുത്ത് നേടുന്നവരായി മുന്നോട്ട് പോകുവാൻ കുരിശിന്റെ വഴിയിൽ യാത്രയാകുന്നവർക്കെല്ലാം കൃപ കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഈ യാത്രയിൽ പ്രാർത്ഥനാപൂർവം പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിച്ച് നമുക്കും മുൻപോട്ട് നീങ്ങാം. ഇനിയും ഈശോയുടെ ബലി പൂർത്തിയാകുവാൻ എത്രയോ പേരുടെ സഹകരണം ആവശ്യമുണ്ട്. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ വഴിയിൽ കുരിശിന്റെ കൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് മുൻപോട്ട് യാത്ര ചെയ്യാം.